പണ്ടൊക്കെ എന്ന് വെച്ചാൽ നാടകത്തിന് വരുന്നത് ഭയങ്കര എതിർപ്പിലാണ്. ഞാൻ തന്നെ വന്ന് എന്ത് എതിർപ്പില്ല. പക്ഷേ ഇപ്പോഴതൊന്നുമില്ല. ഇപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ നാടകത്തിനും സീരിയലിനും ഒക്കെ പോകുന്നുണ്ട്. കലാലോകത്തേക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ പോകുന്നുണ്ട്. അവരെത്രമാത്രം അഭിനയിക്കുന്നെന്നോ എത്ര കണ്ട് വിജയിക്കുന്നെന്നൊന്നും എന്നോട് ചോദിക്കേണ്ട. അതൊക്കെ കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. അതിനൊന്നും ഒരു മടിയുമില്ല. ഇപ്പോൾ അത് അച്ഛനും അമ്മയും തെള്ളിപ്പറഞ്ഞു വിടുകയാണ് കുട്ടികളെ. പോയി ചെന്ന് അത് ചെയ്യുക, ഇത് ചെയ്യുക, ഡാൻസ് പഠിക്കുക, പാട്ട് പഠിക്കുക എന്നൊക്കെ അത്രയും വളർന്നിട്ടുണ്ട്. ഇതിലേക്കൊക്കെ വരുന്നതിന് മുമ്പുള്ള ഈ ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു, പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സംഗീതം കുറച്ച് നാൾ പഠിച്ച് 5-8 വർഷം പഠിച്ച് സംഗീതം. പിന്നെ പാട്ടിനോട് ഈ ജന്നാൽ തന്നെ ഒരു കമ്പം ഉണ്ടായിരുന്നു. വീട്ടിൽ അങ്ങനെ പാട്ട് പഠിപ്പിക്കണമെന്നോ ഒന്നും വലിയ താല്പര്യവുമില്ല. ഞാൻ പള്ളിക്കൂടത്തിൽ പോകുന്ന അവസരത്തിൽ പുത്തൻചന്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രാഫോൺ റെക്കോർഡുണ്ട്, കോളാമ്പി. അത് ഈ പട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ ഞാനങ്ങ് നിൽക്കും. എന്നു വെച്ചാൽ പള്ളിക്കൂടത്തിൽ താമസിച്ചാണ് ചെല്ലുന്നത്. ആ ഡീ കൊള്ളും. അങ്ങനെ എനിക്ക് പാട്ടിനുള്ളൊരു ഇത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ എന്നെ പാട്ട് ഒരു ടീച്ചറിൻ്റെ അടുത്താക്കി. അദ്ദേഹം ചങ്ങനാശ്ശേരി തിരുവല്ലായ അദ്ദേഹം ഗോപാലകൃഷ്ണൻ തടിയൂരെന്ന് പറയും സ്ഥലം. അദ്ദേഹമാണ് എൻ്റെ ഗുരു. ഇന്നലെയും വിളിച്ചിരുന്ന്. അങ്ങനെ പാട്ടിനോട് വാസന ഉണ്ടായിരുന്നു. അത് നാടകത്തിനോട് വലിയ ഇതൊന്നുമില്ല. പക്ഷേ പിന്നെ KPSC വന്ന് വിളിച്ചപ്പോഴത്തേക്ക് അച്ഛൻ ഇഷ്ടമല്ല എങ്കിലും മറ്റെല്ലാവരും കൂടെ ചേർന്ന് എന്നെ വിട്ടു. ഇച്ചിരി രംഗത്തേക്കൊക്കെ വരുന്ന സമയത്തെ ആ സമയത്ത് സ്ത്രീകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയ ഒരു സമയമല്ലേ നാടകത്തേക്ക്? മറ്റ് നടികളൊക്കെ കുറച്ച് ഒരു 3-4-5 വർഷം കഴിഞ്ഞപ്പം ഓരോരുത്തർ വരാൻ തുടങ്ങി, നല്ലപോലെ വരാൻ തുടങ്ങി. ആരൊക്കെ ടീച്ചർ ആ കാലത്തുള്ള കൂട്ടുകാരികളായിരുന്നു നാടകരംഗത്തുള്ള? ഒന്ന് KPSC ലളിത, KPSC ഉണ്ടായിരുന്ന ലീല, ഒരു ഭാർഗവി, ആ ചേച്ചി മരിച്ചുപോയി. സുധർമ്മയും മരിച്ചുപോയി. മറ്റൊരു 2 പേരും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന മദ്രാസിൽ ലളിതയുടെ വീട്ടിലായിരുന്നു. അപ്പം അവർ 2 പേരും ഉണ്ട്. KPSC രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ടീച്ചർ ഉണ്ടല്ലോ, എൻ്റെ മകനാണ് ശരി എന്നൊക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ നാടകം എൻ്റെ മകനാണ് ശരി, KPSCയിലെ എൻ്റെ മകനാണ് ശരി. അതിലിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഞാനും ജനാർദ്ദനക്കുറുപ്പ് എന്ന് പറയുന്ന വക്കീൽ, ഇദ്ദേഹവും മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം കൊണ്ടുവരുന്നതും വേലി കടന്ന് പിന്നെ തോപ്പിൽ ഭാസി കൊടുത്തയക്കുകയും അതെല്ലാം തിരുത്തിയെടുത്തതെല്ലാം ജനാർദ്ദനക്കുറുപ്പും രാജഗോപാലൻ നായരും കൂടാണ്. അത് കൊണ്ടുവന്ന് എല്ലാം ശരിപ്പെടുത്തി ഞങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചത്. അന്ന് തോപ്പിൽ ഭാസി സ്ഥലത്തില്ല, ജയിലിലും ഒളിവിലും ഒക്കെയാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വെളിച്ചത്തേക്ക് വന്നത്. അഭിനയിക്ക് മാത്രമാണോ ചെയ്തിരുന്നത് അതോ അത് മൊത്തം രൂപപ്പെടുത്തുന്നതിൽ ടീച്ചർ ഭാഗഭാക്കായിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്ന് കൊച്ചാ, 10-14 വയസ്സേ എനിക്കുള്ളു. അപ്പം പിന്നെ നമ്മൾക്ക് തരുന്നത് നമ്മൾ പഠിച്ച് പറയുന്നു എന്നുള്ളതല്ലാതെ മറ്റുള്ള കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടാൻ പോയിട്ടില്ല, നമ്മളെ ഇടപെടുത്തിയിട്ടുമില്ല. കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം മുതലാണ് നമ്മൾ അതെല്ലാം കാണുകയും കേൾക്കുകയും ഇതിന്നതാണല്ലോ രാഷ്ട്രീയം അതൊക്കെ. കമ്മ്യൂണിസ്റ്റാക്കിയ കാലത്തും വളരെ അറിയാൻ വയ്യ, ചെറുതായിട്ട് വല്ലതും അറിയാവുന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്നതാണ് എന്ന് മനസ്സിലാക്കിയതും മനസ്സിലായതും. അതിനു മുമ്പ് വരെ ഒന്നുമില്ല. വേറെ നിങ്ങളെ കൂടെ ട്രൂപ്പിൽ വേറെ സ്ത്രീകളൊന്നും ഇല്ലല്ലോ അല്ലെ? സുധർമ്മ അഭിനയിക്കുന്നുണ്ട്. സുധർമ്മ, ഭാർഗവി, വിജയകുമാരി. ഭാർഗവി അമ്മ, വിജയകുമാരി ഒരു കൊച്ചുകുട്ടിയുടെ വേഷം. അത് ഓമാധവൻ എന്ന് പറയുന്ന ആളിൻ്റെ ഭാര്യയാണ് വിജയം. അവർ ഇത്രയും പേരുണ്ട്. അത് ആദ്യം മുതലേ ഉണ്ട്. എൻ്റെ മകനാണ് ശരിയില്ലേ. ഞാനും വേറെ ഒരു ജാനകി എന്ന്, തിരുവനന്തപുരത്തുള്ള ഒരു ജാനകി എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയും മാത്രമേ ഉള്ളായിരുന്നു. അവർക്ക് ഒരുപാട് പ്രായമായത് ഇപ്പം ഉണ്ടോയെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ടീച്ചർ തുടക്കം മുതലുള്ള ആളാണ്. അപ്പം മറ്റു ആണുങ്ങളോടൊപ്പം ഒരു നിർണായകമായിട്ടുള്ള സ്ഥാനം, നടി എന്നുള്ളതിൽ അപ്പുറത്തായിട്ടുള്ള സ്ഥാനം ടീച്ചർക്ക് അവിടെ ഉണ്ടായിരുന്നു. എന്നെ വളരെയേറെ അംഗീകരിച്ചിരുന്നു, നല്ലപോലെ അംഗീകരിച്ചിരുന്നു. പക്ഷെ നമ്മൾ ആ അംഗീകാരത്തെ അതിൽ കവിഞ്ഞ് അങ്ങോട്ട് പോവുകയും അതില്ലാതാക്കുകയും ചെയ്തിട്ടില്ല. ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അംഗീകാരമൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ആവശ്യമെന്ന് തോന്നിയാൽ, എനിക്ക് പറയണമെന്ന് തോന്നിയാൽ ഞാൻ ചിലത് പറയും. അവരത് അംഗീകരിച്ചിട്ടുമുണ്ട്. അധികപ്പറ്റിയൊന്നും പറയാൻ പോകത്തില്ല. എന്താണെന്ന് തോന്നിയാൽ അത് പറയും. ഇന്നതുപോലെ ചെയ്താൽ കൊള്ളാം, ഇന്നതുപോലെ കൊള്ളാം. അങ്ങനെ ഞങ്ങളൊരിക്കലേ പിന്നെ ഇതിന് പോയത്, സമരത്തിന് പോയത് ടാക്സിൻ്റെ കാര്യത്തിന് വേണ്ടി. അപ്പോൾ വലിയ എമൗണ്ട് കൊടുക്കണം ഒരു നാടകം കളിക്കണമെങ്കിൽ. അപ്പോൾ ചിലരുടെ കെട്ടുതാലി വരെ വിറ്റിട്ടായിരിക്കും ഒരെണ്ണം നടത്തുന്നത്. അന്ന് നാടകം നടത്തുന്ന വെച്ചാൽ വലിയ ടെൻറ്റ് കെട്ടി ഒക്കെ നടത്തത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ പൈസയും കിട്ടും. പൊട്ടിപ്പോയാൽ പോയതും തന്നെ. അപ്പോൾ അതിനു വേണ്ടി ടാക്സ് ഇനത്തിൽ ഒരുപാട് കാശ് കൊടുക്കണം ഗവൺമെൻറ്റിന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സമരം ചെയ്യാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് സമരം ചെയ്യാം,
ചെയ്യുന്നത് തിരുവനന്തപുരത്തായിരിക്കണം. ഉം, ഉം, ഉം. അല്ല, അവർ കൊല്ലം നിശ്ചയപ്പെടുത്തിക്കൊണ്ട് വന്ന് ഞാൻ പറഞ്ഞില്ല, തിരുവനന്തപുരത്താകുമ്പോൾ കുറേയേറെ ആൾക്കാർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമല്ലോ, അതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് പോകാം. അത് ഞാൻ പറഞ്ഞ വാക്ക് അവർ അംഗീകരിച്ച് തിരുവനന്തപുരത്താണ് പോയത്. പോയി അവസാനം ജയിലിൽ കിടക്കേണ്ടി വന്ന്. ഞാൻ മാത്രമേ ഉള്ളൊരു വെണ്ണം ഓർത്തോണം. അതിനകത്തുനിന്ന് അപ്പോഴേ സർവ്വ പേരും അങ്ങും എനിക്ക് അതുകൊണ്ട് ജോലി ഇതുണ്ട്, എനിക്ക് അവിടെ നോക്കണം ഇവിടെ നോക്കണം എന്ന് പറഞ്ഞ് ബാക്കി 4 പെണ്ണുങ്ങളും ഒഴിഞ്ഞു മാറി. ഞാൻ മാത്രം പോയി. ഞാൻ അന്ന് സമരമായിരുന്നു ജയിലിനകത്ത്. ആഹാരവും കഴിച്ചില്ല. അവരുടെ ഒരു ആഹാരം അവരെന്തും തരണമല്ലോ, നമ്മൾ ചോദിക്കുന്ന എന്തോ അവർ തരണം. കൊണ്ടുപോയി എന്നെ ആദ്യം പൂജപ്പുരയാണ് കൊണ്ട് ഇട്ടത്. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ, പിന്നെ പുത്തഞ്ചന്ത, അവിടെ 2 സ്ത്രീകളുടെ കാട്ടോട് കൂടി അവിടെ. അങ്ങനെ അത് അവിടെ പോയി വെച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ പല കാര്യങ്ങളും മുടങ്ങുകയും തകരുകയും ചെയ്തു. എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന് കൊച്ചിലെ. അപ്പോൾ അത് ഞാൻ ജയിലിൽ പോയെന്നറിഞ്ഞ് ജയിലിൽ എന്നെ വല്ലൊരു ഉപദ്രവിച്ചിട്ടുണ്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഇത് വെച്ചുകൊണ്ട് അത് അലസി പിരിഞ്ഞു പോയി. അങ്ങനെ ഭാവി നഷ്ടപ്പെട്ട് ജയിലിൽ പോയി കിടന്നുകൊണ്ട്. എത്ര പ്രായം ഉണ്ടായിരുന്നു? അന്നൊരു 20 വയസ്സ് 19 വയസ്സ് അത്രയൊക്കെ ഉള്ളു. അതങ്ങ് പോയി. അതിനകത്ത് കുറച്ച് അന്നേരം ഇതൊന്നും തോന്നിയില്ല. പോയല്ലോ, വിവാഹം അങ്ങ് മുടങ്ങി പോയല്ലോ എന്നുള്ള ഒരു സങ്കടമൊന്നും അന്നേരം തോന്നിയില്ല. പിന്നീട് ആണ് അത് പോയല്ലോ എന്ന് തോന്നിയത്. അന്നേരം ഈ രാഷ്ട്രീയത്തിൻ്റെ ഇതും എല്ലാം കൊണ്ട് ഒന്നും തോന്നിയില്ല. അങ്ങനെ പോയവരാരും KPSC-ലില്ല, ഞാനൊരു സ്ത്രീ മാത്രമേ ഉള്ളൂ. അന്നും ഇന്നും കണ്ടമാനം ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ. ഈ രാഷ്ട്രീയത്തിന് ഇവരുടെ കൂടെ പോയത് കാരണം ഒരുപാട് പേരുടെ ചീത്ത, ഒത്തിരി ആൾക്കാരുടെ കാർക്കിച്ച തുപ്പൽ, ഇതൊക്കെ. കല്ല് നെയ്യാറ്റിൻകര ഇരുന്ന് എനിക്ക് പാടിക്കൊണ്ടിരിക്കുക, കല്ലിത്രശ്ശെ പാറ വന്ന് വീഴുക. EMS പ്രസംഗം EMSൻ്റെ പുറകിലിരിക്കുക ഞാനിത് പാടാൻ വേണ്ടി. അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഉടൻ പാടാൻ വന്ന് വീഴുക. അങ്ങനെയൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതാരും ഈ സമയത്ത് ആര് ചെയ്യും? ആരും ചെയ്യത്തില്ല. എല്ലാം അവനവൻ്റെ സുഖം നോക്കി. ഞങ്ങളാണേലും ഒരു വണ്ടിയെ പോയാൽ ആ വണ്ടിക്ക് എന്തെങ്കിലും തകരാറാണെങ്കിൽ എല്ലാവരും കൂടെ ഇറങ്ങി തെള്ളി ആണ് കൊണ്ടുപോകുന്നത്. ഇന്ന് ആ AC ഉണ്ടോ എന്ന് ആദ്യം നോക്കിയിട്ടേ ഇന്ന് കലാകാരികളും കലാകാരന്മാരും വണ്ടി കയറത്തുള്ളൂ. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഈ നാടക ലോകം. അതിലെ ടീച്ചർ ഒരിക്കലും സ്ത്രീയാന്ന് പറഞ്ഞ് മാറി നിന്നിട്ടില്ല. ഇല്ല, ഞാൻ ഇറങ്ങും, തെള്ളാനിറങ്ങും. നാട്ടുകാരെ എങ്ങനെയാണ് കണ്ടിരുന്നത് ടീച്ചർ ഇത്തരം നാടകങ്ങൾക്കൊക്കെ പോകുന്നതിന്? വീടിൻ്റെ അടുത്തുള്ളവരും വീട്ടുകാരും ഒക്കെ എന്നെ പ്രത്യേകിച്ച് വേറൊരു ദുഷിച്ച രീതിയിൽ ആരും കണ്ടിട്ടില്ല ഇതുവരെ. അതാണ് എനിക്കുള്ളൊരു നേട്ടം. വേറെ എന്നെ നാടകക്കാരിയൊന്നും ആരും വിളിച്ചിട്ടില്ല. മറ്റുള്ള എൻ്റെ കൂടെ വരുന്ന സർവ്വ കുഞ്ഞുങ്ങളെയും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ സുലോചനയെന്നെടുത്ത് പറഞ്ഞ് വിളിക്കുന്നതല്ലാതെ എന്നെ നാടകക്കാരി പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ കേൾക്കേണ്ടിയിട വന്നിട്ടില്ല. എനിക്കൊരു മോശം തോന്നിയിട്ടില്ല. നാടകം ജോലി ചെയ്തിട്ടില്ലേ, എന്ത് ജോലി ചെയ്താലും എന്താ അന്തസ്സായിട്ട് ചെയ്യുന്ന അതിന് ഒരു കുഴപ്പവും വരത്തില്ല. ആ അന്തസ്സ് തന്നെ. മോട്ടിക്കാനും വേറെ രീതിക്കും പോകാതെ എന്നാൽ പോരെ. എനിക്കങ്ങനെ തോന്നിയിട്ട് എന്നെ നാടകക്കാരിന്ന് വിളിച്ചിട്ടില്ല. എനിക്ക് വിളിക്കുന്ന എല്ലാവർക്കും വലിയ ഇത് എണ്ണമാണ്. നാടകത്തിൻ്റെ കാശ് കൊണ്ടുപോയി ജീവിതം പിന്നെ നല്ലവണ്ണം നോക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നവർക്ക് നാടകക്കാരി എന്ന് പറയുമ്പോൾ എന്നെ അവർ നാടകക്കാരിന്ന് വിളിച്ചില്ലേ എന്ന് ചോദിക്കും. വിഷമം തോന്നാൻ കാരണേ അത് അവരുടെ കുഴപ്പം കൊണ്ടാണോ? സമൂഹ നാടകക്കാർക്ക്, പണ്ട് നഴ്സുമാർക്ക്, നാടകക്കാർക്ക്, ഇവർക്കൊക്കെ ഒരു പ്രത്യേക രീതി കൽപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ആ കണ്ണുകൊണ്ടേ അവർ നോക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ആണും പെണ്ണും കൂടെ മിങ്കിൾ ചെയ്ത് നടക്കുകയല്ലേ. അപ്പോൾ അത് മറ്റു പല രീതിയിലും അവർ വ്യാഖ്യാനിക്കും. അതുകൊണ്ടാണ് നാടകക്കാരെന്നൊക്കെ പറയുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട്. നാടകക്കാരിയാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ 10-14 വയസ്സിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ട് ഇങ്ങനെ പോകുന്നില്ലേ, അതിൻ്റെ പുറകെ അല്ലായിരുന്നു. അതുകൊണ്ട് എന്നെ അങ്ങനെ പെട്ടെന്ന് ആരും കയറി നാടകക്കാരിന്ന് വിളിച്ചിട്ടില്ല. ഇനി അഥവാ നാടകക്കാരിന്ന് അന്നും ഇന്നും വിളിച്ചാലും എനിക്ക് പരാതിയില്ല. ഞാൻ ആ ജോലി ചെയ്യുന്നവളാണ്. പിന്നെന്തിനാ ഞാൻ പരിഭവിക്കുന്നവരോട്? ഈ KPSC-ൻ്റെ പിന്നീടുണ്ടായിട്ടുള്ള നാടകങ്ങളിലെ പിന്നെ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്കുള്ള എന്തെങ്കിലും പങ്ക് ടീച്ചർ നൽകിയിട്ടുണ്ടോ? നടി എന്നുള്ളതിൽ അപ്പുറത്തായിട്ട് ഞാൻ തോപ്പിവാസിയൊക്കെ ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം മൊത്തത്തിൽ നാടകം അതാണ് ചോദിക്കുന്നതെങ്കിൽ മൊത്തത്തിൽ നാടകത്തിന് ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലേ, പലയിടത്തും പോകേണ്ടി വരത്തില്ലേ, സുലോചന ഇവരെ പഠിപ്പിച്ച് ഇവരെ ആ രീതിയിൽ എത്തിച്ചേക്കണമെന്ന് പറഞ്ഞിച്ച് പോകത്തേ ഉള്ളൂ. ഞാനാ പിന്നെ റിഹേഴ്സൽ ചെയ്ത് ഒക്കെ ശരിപ്പെടുത്തി പറഞ്ഞു കൊടുക്കും. അതും എടുത്തടിച്ചതുപോലെ പറയത്തില്ല, പറഞ്ഞാൽ അവർക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അവരുടെ രീതിക്ക് നിന്ന് അതെല്ലാം പറഞ്ഞു കൊടുത്ത് അദ്ദേഹം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാനിതെല്ലാം പഠിപ്പിച്ച് പിന്നെ ഒരു കുറച്ച് ദിവസത്തെ റിഹേഴ്സലും കൂടെ ആകുമ്പോഴത്തേക്ക് എല്ലാം അങ്ങാകുമല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്.
എന്നെ സംബന്ധിച്ച് എനിക്കൊരു നാടകത്തിൻ്റെ എൻ്റെ ഭാഗം തന്നു കഴിഞ്ഞാൽ ഞാനത് ഈ കട്ടം പിടിക്കുന്ന പിള്ളേരോട് സഹിതം ചോദിക്കും, ഇത് ശരിയാണോ ഞാൻ ചെയ്യുന്നത്, ശരിയാണോ ചെയ്യുന്നത്, തെറ്റുണ്ടേ അവരുടെ കയ്യിലും ചിലപ്പം വലിയ കാര്യം പറഞ്ഞു തരാൻ അവരുടെ കയ്യിൽ കാണും. അപ്പോൾ ഞാൻ പറയും, പറഞ്ഞു തരണേ, എനിക്ക് തെറ്റ് കാണുന്നുണ്ടെങ്കിലും എൻ്റെ ഇതിങ്ങനല്ല അങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് പറഞ്ഞു തരണേ എന്ന് പറയും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരവൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. ഇപ്പോഴത്തെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കാൻ ഇത് കളരിയായിരുന്നു. 12 വർഷം ഈ വണ്ടിയിട്ടിരിക്കുന്ന കളരിയായിരുന്നു. അവരെ പഠിപ്പിക്കാൻ ചെന്നിട്ടുള്ള അവസരത്തിൽ നമ്മളിങ്ങനെ ചോദിക്കണം, ഞാൻ പറഞ്ഞു തരുന്നതിന് വിരോധമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുത്താലും കുറേ ആകുമ്പോൾ അവർ പറയും, ഞങ്ങൾക്കിതൊക്കെ അറിയാം, ഇത് പറയണമെന്നില്ല. അങ്ങനത്തെ അടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ടീച്ചർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യണം? ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ആദ്യമേ തന്നെ ഒന്ന് കാണാപ്പാഠം വായിച്ചെല്ലാം നോക്കിയതിന് ശേഷം കാണാപ്പാഠം പഠിച്ചിട്ട് ഓരോ രംഗത്തും എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ സെപ്പറേറ്റായിട്ട് മാറി തന്നെ ധ്യാനിക്കും. അത് കാമ്പശ്ശേരിയുടെ ഉപദേശമാണ്, അങ്ങനെ ധ്യാനിക്കണം. അദ്ദേഹം പൗഡർ മുഖത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞിനോട് സംസാരിക്കത്തില്ല. നാടകം തീരണം അദ്ദേഹം സംസാരിക്കണമെങ്കിൽ. അത് ഏറെക്കുറെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അടുത്ത് പോയി മാറി എവിടെയെങ്കിലും ഇരിക്കും, ഇന്ന പോലെ. അപ്പം ഈ കഥാകൃത്ത് കാണുന്നതിനെക്കാട്ടിലും മനസ്സിൽ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും ഒരു പടി കൂടെ നമ്മൾ ശരിപ്പെടുത്തി വെക്കും. അത് അദ്ദേഹത്തിന് ഏത് കഥാകൃത്തുക്കൾക്കും ഇഷ്ടമാണല്ലോ. അപ്പം കൂടെ ഇനി വല്ലതും പറഞ്ഞു തരാനുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു തരും. അങ്ങനെ ധ്യാനം കൊണ്ടേ നമുക്കൊരു നാടകം നല്ലവണ്ണം വിജയിപ്പിച്ചെടുക്കാനൊക്കത്തില്ല. തരുന്നത് അതുപോലെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനൊന്നും വലിയ ഇത് വരുത്തില്ല. പോരാങ്കിൽ എനിക്ക് 2 രീതിയിലും കൂടെ ഉണ്ട്. പാട്ട് പാടിക്കൊണ്ട് അഭിനയിക്കുക. അന്നത്തെ കാലത്ത് ആരുമില്ല പാട്ട് പാടിക്കൊണ്ട് അഭിനയിക്കാൻ. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കുറേ കൂടത്തില്ലേ. പാട്ട് പാടുമ്പോൾ അതിൻ്റെ വികാരം ഉൾക്കൊള്ളണ്ടേ. അതിൻ്റെ വികാരം ഉൾക്കൊണ്ട മുഖത്ത് വൃത്തികെട്ട രീതിയിൽ വികാരം ഉൾക്കൊള്ളുമ്പോൾ വൃത്തികേട് വരരുതെന്നുള്ളതിൻ്റെ നേരത്തെ അതെല്ലാം നോക്കി പഠിച്ച് വെച്ചിട്ട് അതിൻ്റെ ഗുരു എൻ്റെ ബ്രദറാണ്. അദ്ദേഹവും ഞാനും ഒരു കണ്ണാടി ഒരു കസേരയും നീ കൊണ്ടുവരുന്നത് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷമേ എന്നെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഞാൻ പണ്ട് അതിനകത്ത് സഹകരിച്ചിരുന്നവരെല്ലാം ഏറെക്കുറെ അത് തന്നെ. ഈ പാർട്ടിയുടെ അങ്ങനെ ഒരു ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ട് കുറേ സൗകര്യങ്ങളുണ്ടല്ലേ, സ്ത്രീകൾക്ക് ഭയങ്കര പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ടല്ലേ മറ്റു ട്രൂപ്പിനെക്കാട്ടും? അയ്യോ പിന്നെ മറ്റേ ട്രൂപ്പ് എന്ന് പറയുന്ന വേറെ നാടക കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനിയാണ്. ഇതല്ല, അവരുടെ സംരക്ഷണയിൽ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രത്യേക മുറി, ശാപ്പാട്, അത് എല്ലാവർക്കും ഒരുപോലാണെങ്കിൽ അവർക്ക് അവിടെ എത്തിച്ചിരിക്കും മുറിക്കകത്ത്. അവരോട് അനുവാദമില്ലാതെ നമുക്ക് വെളിയിൽ പോകാനും ഒക്കത്തില്ല. ഈ പാർട്ടിയുടെ ഞങ്ങൾക്ക് ഇന്നടത്തൊന്ന് പോകണം, ഒരു ഷോപ്പിങ്ങിന് പോകണം, ഞങ്ങൾക്ക് ഇന്ന പോലെ ഒന്ന് പോകണമല്ലോ. അപ്പോൾ അവർ വണ്ടി കൊണ്ടുവന്ന് കൊണ്ടുപോയി നമുക്കിഷ്ടമുള്ള സാധനം എടുത്തുകൊണ്ട് നമുക്ക് തിരിച്ചു പോരാം. പൈസ കൊടുത്തിട്ടേ തിരിച്ചു പോരാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകുന്നു, ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു, എങ്ങനെ വേണേലും ആകാൻ. സമയത്ത് ആൾ ഞങ്ങളിങ്ങ് വന്നാൽ പോരെ നാടകം കളിക്കാൻ എന്നാണ് ഇന്നത്തെ ചോദ്യം. മറ്റേ അതല്ല. ഒരു എഴുത്ത് വന്നാൽ പോലും സെൻസർ ചെയ്യാതെ തരത്തില്ല KPSC പണ്ട്. അങ്ങനെ ആ ഡിസിപ്ലിനകത്ത് വളർന്നതായതുകൊണ്ടാണ് ഇന്നും ഇങ്ങനെ നിൽക്കുന്നത്. അത്തരം ഡിസിപ്ലിൻ ആവശ്യമാണെന്ന് ടീച്ചർ കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു ആവശ്യം നല്ലത് തന്നെ. ആവശ്യമില്ലാതെ ആളുകൾ കസിനാണെന്നും മറ്റേതാണെന്നും പറയാം. പെൺപിള്ളേർ ചിലപ്പോൾ പ്രായം കുറഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ചിലടത്ത് ആരാധകർ വന്ന് മുട്ടിക്കൂടും, എനിക്ക് ഇന്നാരെ കാണണം, അതാരാ, എൻ്റെ കസിനാണല്ലേ, മറ്റേതാണ്. ആ കസിനൊന്നും വേണ്ട, ആരെയാ കാണാൻ 5 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കത്തില്ല. എഴുത്തുകളെല്ലാം പൊട്ടിച്ചവർ വായിച്ചിട്ട് തരത്തുള്ളൂ. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കത്ത് വായിക്കും, എല്ലാം വായിക്കും. ആണുങ്ങളുടെ എനിക്ക് അറിഞ്ഞുകൂടാ, പെണ്ണുങ്ങളുടേത് നോക്കും. എൻ്റേത് മാത്രം അങ്ങനെ നോക്കത്തില്ല. എൻ്റെ അച്ഛനെ കോൺഗ്രസ്സുകാരനും പോലീസുകാരനും ഇല്ലയോ, അച്ഛൻ ഭയങ്കര ഇതല്ലേ, അതുകൊണ്ട് അവർക്കറിയാം ചട്ടക്കൂട്ടിനകത്ത് വളരുകയെന്ന്. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. കത്ത് കിട്ടിയാൽ ചിലപ്പോൾ ഇങ്ങനെ തരും, പൊട്ടിക്കാതെ തന്നെ തരും. അപ്പോൾ ഇനി പൊട്ടിച്ചാലും നമുക്കൊന്നുമില്ല, അങ്ങനെയുള്ള കത്തുകൾ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ചാലും നമുക്കതിനകത്ത് വിരോധമില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. 2 ആഴ്ചയിൽ ഒരിക്കൽ ഒരു ജനറൽ ബാഡിയുണ്ട്, 2 ആഴ്ച ഒരിക്കൽ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്. ഇതെല്ലാം ചോദിച്ച് എന്തെങ്കിലും ആളുകൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ജനറൽ ബാഡി കൂടുമ്പോൾ നമ്മളത് ഏറ്റു പറയുകയും മാപ്പ് പറയുകയും ചെയ്തിരിക്കണം. പല സ്ത്രീകളും ഈ ബാത്റൂമിലൊക്കെ പോകാനും ഒക്കെ തന്നെ വയ്യാത്ത സമയത്തൊക്കെയാണ് വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടാണ്. അതിനെ പറ്റിയൊന്നും വിശദമായിട്ട് പറഞ്ഞു. വലിയ ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാൽ
പിന്നെ ഇപ്പോൾ കോഴിക്കോട്ട് തന്നെ പോവുകയാണെന്ന് വെച്ച് അവിടെ പല സ്ഥലത്തും ബാത്റൂമിൽ പോകാൻ ഞങ്ങൾ വിഷമിച്ചിരിക്കും. അവരോട് ഞങ്ങൾക്ക് പറയാൻ മടിയാണ്. അങ്ങനെ കൂടെ ഉണ്ട്. ഒടുക്കം എനിക്ക് ഈ വായുവിൻ്റെയോ അടിക്ക് വയറ്റിലൊരു മാതിരി നീരും എല്ലാം കൂടെ വന്ന് ഡോക്ടറെയും കൊണ്ടാണ് പിന്നെ എത്രയോ നാടകത്തിന് പോയത്. KPC തന്നെ ഡോക്ടറെ വരുത്തിച്ച് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ് 2.5 മണിക്കൂറിലൊരിക്കൽ മൂത്രം ഒഴിച്ചിരിക്കണം. അപ്പം ഞങ്ങൾ 5-8 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒന്ന് ബാത്റൂമിൽ പോകാനൊക്കെ എന്നുവെച്ചാൽ ഇത് ചുമ്മാ അങ്ങ് ബാത്റൂമിൽ പോയാൽ അതിൻ്റെ എല്ലാം വേണ്ടി അത് കാണത്തില്ല, പിന്നെ അതുകൊണ്ട് അങ്ങ് വിട്ടുപോകും എന്ന് പറയും. അങ്ങനെ പലർക്കും ഈ അസുഖം വരുന്നത് അങ്ങനെ എനിക്കിത് വന്ന് പാടാൻ വയ്യാതെ അദ്ദേഹം കൂടെ വന്ന് 5-8 ദിവസം ഞങ്ങളുടെ വടക്കോട്ടാണ് വന്ന് എല്ലാ മരുന്നും മന്ത്രവുമൊക്കെ രക്ഷപ്പെടുത്തി. വളരെ കഷ്ടമാണത്. അത് ഇപ്പോഴാണേലും പണ്ടാണേലും ഏത് ട്രൂപ്പിൽ പോയാലും ഇത് വരുമ്പോഴത്തേക്ക് ആ സൗകര്യം ചിലപ്പോൾ ഒത്തൊന്നും വരത്തില്ല, വിട്ടു പോവും. അതിന് പല അസുഖങ്ങളും ഉണ്ടാകും. ഈ KPC നാടകങ്ങളിൽ ചെയ്ത നാടകങ്ങളിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഏതൊക്കെയാണ്? ഞാൻ അഭിനയിച്ചിട്ടുള്ള ഇത് തന്നെയല്ലയോ ഇപ്പോഴും ഓരോരുത്തർ അഭിനയിക്കുന്നത്. ഞാൻ അഭിനയിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മുടിയനായ പുത്രനിലെ ചെല്ലമ്മ, പിന്നെ അശ്വമേധത്തിലെ സരോജം കുഷ്ഠരോഗത്തിൻ്റെ കഥയാണ്. മറ്റേത് സാധാരണ ഒരു കൊലപ്പെണ്ണ്, ഒരു നായർ പയ്യനെ സ്നേഹിക്കുന്നു, അത് നാട്ടിൽ നടപ്പുള്ളതല്ലേ, എന്നിട്ട് അവസാനം അതൊക്കാതെ വരുന്നതും അതാണ് മുടിയനായ പുത്രൻ. അത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് അഭിനയിക്കാനുമുണ്ട്. അത് അഭിനയിച്ച് വന്നപ്പോഴത്തേക്ക് നമുക്കതിനോടങ്ങ് ചേർന്ന് പോയി എന്ന് വേണം പറയാൻ. അങ്ങനത്തെ ഒരു നാടകമാണ് മുടിയനായ പുത്രനും അശ്വമേധം. എന്നെ കുഷ്ഠരോഗിയാണെന്ന് വരെ പറഞ്ഞ് വരുത്തി ആളുകൾ. അപ്പോൾ ഈ വിരൽ ഇങ്ങനെ ഇരിക്കുക, ഈ വിരലും ഇങ്ങനെ. ഇത് 2 മണിക്കൂർ 3 മണിക്കൂറിലെ നാടകം കഴിയുമ്പോൾ ഇത് നിവർക്കാൻ വിഷമമാണ്, വേദനയാണ്. അപ്പോൾ അങ്ങനെ തന്നെയല്ല, എൻ്റെ ദുഃഖത്തിൻ്റെ ഞാനെല്ലാം അതിനകത്ത് കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് എനിക്ക് കുഷ്ഠരോഗം വന്നു. പിന്നെ ആ ഇടയ്ക്ക് വിവാഹാലോചന വന്നത് എല്ലാം മുടങ്ങിപ്പോയി. എന്നിട്ട് പെണ്ണ് കാണാൻ ആളുകൾ വന്നിട്ട് ഞാൻ ചെന്ന് നിൽക്കുന്ന അവസ്ഥയിൽ എന്നെ ഒന്നും കാണുന്നില്ല. അയ്യോ, ഇത് അവർ ചുമ്മാ പറഞ്ഞതാണല്ലോ. ഇവിടെ നൂറിനാട്ട് കളിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ സരോജ, ഇന്നും ഞങ്ങളുടെ സരോജ എന്നാണ് അവിടെ പറയുന്നത്. ഞങ്ങളുടെ സരോജ വന്നും പറഞ്ഞ് എൻ്റെ റോളെടുത്ത ഒരുത്തി അവിടെ ഉണ്ട്, സ്വതേ തന്നെ. കുഷ്ഠരോഗം ഭേദമായി വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കുഷ്ഠരോഗിയായി നീ അതുകൊണ്ട് ഇവിടെ വരണ്ട, അനിയത്തിമാരെ അവരുടെ വിവാഹം മുടങ്ങുമെന്നും പറഞ്ഞ് ഇവിടെ തിരിച്ച് വീണ്ടും കുഷ്ഠരോഗാശുപത്രിയിൽ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു. അവരവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കുകയാണ്. ഇപ്പോൾ അവർ മരിച്ചിട്ടുണ്ടായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. ഞങ്ങളുടെ സരോജ വന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കുക. ഞാനിങ്ങനെ അങ്ങ് നിന്നു കൊടുത്തു, എന്തോ ചെയ്യാനൊക്കും. അത്ര ഇവിടെ വന്ന് വെട്ടിത്തിളപ്പിച്ച വെള്ളത്തിനകത്ത് കുളിച്ചൊക്കെയാണ് പെരക്കകത്തോട്ട് കയറ്റിയത്. അങ്ങനത്തെ ഒരു കാലമായിരുന്നത്. അപ്പോൾ അതിനോടങ്ങ് ചേർന്ന് അപ്പോൾ ഇവർ കൊച്ചു ചെറുപ്പക്കാർ പിള്ളേർ സൈക്കിൾ റിക്ഷായി ഉരുട്ടി നാടകം കാണാൻ വന്നിരുന്ന് കരയുന്ന കരച്ചിൽ കണ്ടാൽ അതിൻ്റെ ഇരട്ടി എനിക്ക് കരയാൻ തോന്നിപ്പോയി. ഞാൻ കരഞ്ഞു. അങ്ങനെ ഞാൻ കുഷ്ഠരോഗിയായി. എൻ്റെ പല വിവാഹാലോചനയും പോയി, എല്ലാം പോയി. സുഖം. വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചത് 64 വരെ. അതിന് ശേഷം ഉണ്ടായ ഒരു പീരീഡിനെ കുറിച്ച് പറയും. അല്ല, പിരിയുന്നത് നമ്മുടെ രാഷ്ട്രീയം ഇടതും വലുതുമായില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങ് ഇടതായിട്ട് പോന്നു. അവർ അവിടെ KPS വല്ലതുമായി. എന്നാൽ 2 ഒന്നാണെന്നാണ് പറയുന്നതും. 2 ഒന്നായി കാണാൻ വലിയ ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യോ, അതൊരിക്കലും വരാൻ പോകുന്നില്ല. പിന്നെ 75 പോയി. 75 KPSക്ക് പൈസയുടെ കുറേ ബുദ്ധിമുട്ടുകളും കടങ്ങളും ഒക്കെ വന്നപ്പോൾ ഈ മന്വന്തരം നാടകം എഴുതാനായിട്ട് തോൽവാസിയുമില്ല, സിനിമാ ലോകത്തായിപ്പോയി. അപ്പോൾ പിന്നെ എൻ പിള്ളയെ കൊണ്ടുവന്ന് നാടകം എഴുതിച്ച് അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ അഭിനയിക്കാൻ വേറെ ആരും അങ്ങോട്ട് വരാനില്ല. അത്ര ഒരു ബന്ധപ്പെട്ട റോളാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പോയി 1 വർഷം നിന്നു, നാടകം കളിച്ച് കടവും വീട്ടി 10 രൂപയോളം ബാക്ക് ബാലൻസ് ഉണ്ടാക്കി കൊടുത്തേച്ച് ഞാൻ പിന്നെ പോയിട്ടില്ല. പിന്നെ ഞാൻ വരുന്നത് എൻ്റെ നാടകങ്ങളാണ്. സ്വന്തമായിട്ട് നാടകം ഏത് തന്നാലും അഭിനയിക്കാം, പാട്ട് ഏത് തന്നാലും ശബ്ദം ഉണ്ടെങ്കിൽ പാടാം. അതല്ലാതെ മറ്റുള്ള കാര്യത്തിലേക്ക് പേടിയാണ്. നമുക്കതിനറിയാൻ വയ്യാത്തത് എന്തിനാ. നാടകം ഏത് രീതിയിലുള്ളതാണെങ്കിലും അഭിനയിച്ച്
എന്നെ കവച്ചു വെക്കാൻ ഞാൻ സമ്മതിക്കാത്ത വിധം നാടകം അഭിനയിച്ചു. വെള്ളാരം കുന്നിലെ ഇന്നും ഇവരുടെ വീട്ടുമുറ്റത്ത് നിന്ന് ഉയരുന്നത് നാടകത്തിന്റെ അലയൊലികൾ തന്നെ. സ്വന്തമായൊരു നാടകസമിതിയുണ്ട് എന്നിവർക്ക്. അങ്ങനെ കൗമാരകാലം തൊട്ടിന്നോളം നാടകപ്രവർത്തക തന്നെയായിരിക്കുന്ന ഇവർ ജീവിതത്തിനു വേണ്ടി നാടകത്തിനിറങ്ങിയവരല്ല, നാടകത്തിനു വേണ്ടി ജീവിച്ചവരിൽ ഒരാളാണ്. ഈ അഭിനേത്രിക്ക് തന്റെ ജീവിതം ഒരു സ്വകാര്യതയല്ല എന്നും പൊതുജീവിതത്തിന്റെ പുറം ലോകങ്ങളിലേക്കായിരുന്നു ഇവർ ഉറ്റുനോക്കിയത്. കലയുടെ അമ്പിളിക്കലയിലും പൊന്നരിവാളിന്റെ മിന്നിത്തിളക്കം അന്വേഷിച്ചുകൊണ്ട്. കതിരണി പാടത്ത് വെയിൽമൂത്ത നേരത്തെ കുളിരും കൊണ്ടോടിവാ കാറ്റേവാ, വരിനെല്ലിൻ ചുണ്ടിലെ കിരുകീരെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ, വരിനെല്ലിൻ ചുണ്ടിലെ കിരുകീരെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ, വെള്ളാരം കുന്നിലെ പൊന്മുളങ്കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ.